എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തില് പല പ്രശ്നങ്ങൾക്കും ഈ വീഡിയോ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഞാൻ റീസെന്റ് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് വളരെ വലിയൊരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പൈസ വരുന്നുണ്ട്, പക്ഷെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് എന്നൊക്കെ പറയില്ല. ഒരു കാര്യമില്ലാതെ സാമ്പത്തികമായിട്ടും വളരെ മോശം, മാനസികമായിട്ടും വളരെ മോശം. എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഭഗവാനെ മുരുകനൊരു കാര്യം കടം ബാക്കി വെച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം, പ്രാർത്ഥിച്ച കാര്യം, ഭഗവാൻ അത് നടത്തി തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചു ചെയ്യാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സൗകര്യപൂർവ്വം ഞാനത് മറന്നുപോയതല്ല. തിരക്കുകൾക്കിടയിൽ, അതായത് ഞാൻ തിരക്കാണ് മുരുക, നിനക്കറിയാലോ എന്ന് ഞാൻ സ്വയം എന്നെ തന്നെ പറ്റിക്കാൻ, ആരെയാണ് പറ്റിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്? ഭഗവാൻ. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചു. അത് റിയലൈസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാവുകയും അങ്ങനെ വെള്ളി വേല് ഭഗവാന് നേർന്നതാണ്. അപ്പൊ ഞാനത് പ്രധാനമായിട്ട് പറയാൻ കാരണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ അത് സാധ്യമാവാൻ ഭഗവാൻ എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ, ഏത് ഭഗവാനും ആയിക്കോട്ടെ, ഒരിക്കലും ഭഗവാൻ അത് ബാക്കി വെക്കരുത്, കടം വെക്കരുത്. കാരണം അത് മറ്റു പല പ്രശ്നങ്ങളും, കാരണം നമ്മൾ കാലപ്പോക്കിൽ അത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഭഗവാന് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ചെയ്തോളൂ. കാരണം ഞാനൊരു സ്റ്റെപ്പ്, ഞാൻ വേല് പോലും വാങ്ങിച്ചു വെച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു, എന്നിട്ട് ആ വേല് പോലും കയ്യിൽ വാങ്ങിച്ചു വെച്ചില്ല. പക്ഷെ ഞാൻ ഇത് റിയലൈസ് ചെയ്ത്, എന്താണ് എനിക്ക് ചുറ്റിലും നടക്കുന്നത്, എന്താണ് ഇത്രയും പ്രോബ്ലംസ് വരാൻ കാരണം എന്ന് എനിക്ക് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് നടത്താനായിട്ടൊരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഞാൻ പോയി വെള്ളി വേല് വാങ്ങിച്ചെന്റെ കയ്യിൽ വെച്ചപ്പോഴേക്കും എനിക്ക് മാറ്റം അത് തോന്നി തുടങ്ങി. അപ്പൊ പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പൈസയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിപാടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതും ഒരു യൂണിവേഴ്സൽ സൈൻ ആയിരിക്കും അല്ലെ. അല്ലാതെ ഒരു കാരണവും ഇല്ലാതെ നമ്മളൊരു കാര്യം കേൾക്കുന്നില്ല, കാണുന്നില്ല. ഞാൻ ഇന്ന് അങ്ങനെ ഓടി വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മാത്രമല്ല, അമ്പലത്തിൽ പോയിട്ട് വേണം വേല് സമർപ്പിക്കാനായിട്ട്. ഭണ്ഡാരത്തിൽ ഇട്ടാൽ മതി. നിങ്ങൾക്കും ഇതുപോലെ വെള്ളി വേല്, നമുക്ക് ഒരു ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ വെള്ളിവേലൊക്കെ നേരാട്ടോ. നേർന്നു കഴിഞ്ഞാൽ, അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. തിരുവനന്തപുരത്തിൽ മാത്രമല്ല, മറ്റൊരു ക്ഷേത്രത്തിലും കൂടി നേർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ക്ഷേത്രത്തിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. കാരണം അതിനു മുമ്പ് ഞാനിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് നടന്നതിന് ശേഷമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുക. ഇതുപോലുള്ള തെറ്റുകൾ ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടദൈവം, നിങ്ങളുടെ ഇഷ്ടദൈവം മുരുകനാണെന്നുണ്ടെങ്കിൽ മുരുകൻ ഇതുപോലെ വേലൊക്കെ നേർന്നിട്ട് നമ്മളുടെ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ വേല് നേരം എന്നിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാം. ഈ വേല് നിങ്ങൾക്ക് ബേബീസ് ലിറ്റിൽ വേൾഡിൽ അവൈലബിൾ ആണ്. വെള്ളി വേല് ഇതുപോലെ നേർച്ചയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേല് വേണം. 3 ഗ്രാം, 2 ഗ്രാം, 5 ഗ്രാം, ഇത് 3 ഗ്രാമിന്റെ വേലാണ് കേട്ടോ.